ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺമസ്ക റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ട ബട്ടറാണ്. ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ളതാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ കട്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. നല്ലൊരു ഫ്ലഫി ടൈപ്പ് ആവണ വരെ നന്നായിട്ട് ബ്ലെൻഡ് ആക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബണ്ണിലേക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ബണ്ണിലേക്ക് തേക്കണാട്ടി മുന്നേ ജസ്റ്റ് ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ടിട്ട് നമ്മൾ ടോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഓരോ ബൺസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടും ഇങ്ങനെ ബട്ടറൊക്കെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് ഒരു ഭാഗം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബൺസ് ഒക്കെ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസ്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും. അപ്പോൾ നമ്മുടെ ബൺ മസ്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇറാനി ചായ. നമുക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനി ചായ. അപ്പോൾ നമ്മൾ ഇറാനി ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാ ചായ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും വ്യത്യാസമുണ്ട്. അപ്പം ആദ്യം നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ ഇത് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുപ്പത്തിനനുസരിച്ചിട്ട് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ നമുക്ക് കുറച്ച് പാല് തിളപ്പിച്ചെടുക്കാം. ആ ചായ അവിടെ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്ന വരെ നമുക്ക് പാല് വെച്ചിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാലിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് ആവശ്യത്തിന്. അതിനുശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് മെയിൻ. ഓക്കെ, ഈ ഇറാനി ചായയുടെ മെയിൻ ടേസ്റ്റ് വരുന്നത് മിൽക്ക് മെയ്ഡാണ്. അങ്ങനെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പാൽ അവിടെ തിളച്ച് വരുന്നതിനെക്കാട്ടി മുന്നേ നമ്മളിവിടെ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കട്ടൻ ചായയുടെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ പാൽ മിക്സ് റെഡിയാക്കിയിട്ടില്ലേ, അതും അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചായ ഉണ്ടോ, എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ബൺമസ്കും ഇറാനി ചായയും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഈ ബൺമസ്ക് നമ്മൾ ചായയിൽ ഡിപ്പ് ചെയ്തിട്ട് തന്നെ കഴിക്കണം കേട്ടോ. ഷുവറായിട്ട് അത് അങ്ങനെ തന്നെ കഴിക്കണം. എന്താണ് ആ ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. അസ്സലാമു അലൈക്കും.